ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മാർച്ച് 27-ന് തിയേറ്ററിലെത്തി വിവാദങ്ങൾക്കപ്പുറം ഒട്ടനവധി റെക്കോർഡുകൾ കൂടി സൃഷ്ടിച്ചെടുത്ത മലയാള സിനിമയാണ് എമ്പുരാൻ. മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് എന്നിങ്ങനെ 5 ഭാഷകളായി പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററെത്തിയ ഈ സിനിമയുടെ OTT റിലീസുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഈ വരുന്ന ഏപ്രിൽ 24-ന് ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ചിത്രത്തിന്റെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഒരു മലയാള സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന റെക്കോർഡ് കളക്ഷനാണ് എമ്പുരാൻ നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. അതായത് 261 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ 21 ദിവസം വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. ചിത്രത്തിന്റെ 21 ദിവസം വരെയുള്ള കേരള കളക്ഷൻ 85 കോടി 30 ലക്ഷം രൂപയുമാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ 2018 ആണ്. 89 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത 2018-ന്റെ കളക്ഷൻ തിരുത്തി കുറിക്കാൻ നിലവിൽ 2ാം സ്ഥാനത്തുള്ള എമ്പുരാന് ഇനി കഴിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വിഷു റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററെത്തിയ മലയാള സിനിമകളിൽ മിന്നും വിജയം നേടിയെടുത്ത് മുന്നേറുന്നത് ഖാലിദ് റഹ്മാൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന തന്നെയാണ്. 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സിനിമയുടെ കേരളത്തിലെ സ്ക്രീനുകൾ 200-ൽ നിന്നും 236-ലേക്ക് ഉയർന്നിട്ടുണ്ട്. ചിത്രം 7ാം ദിവസമായ ഇന്നലെ ബുധനാഴ്ച കേരളത്തിൽ 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നു. ആദ്യ 7 ദിവസം കൊണ്ട് 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമയുടെ 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിലെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് കേരള കളക്ഷനായി മാത്രം 22 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ ഇന്ന് വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 കോടിക്ക് മുകളിലുമാണ്. മമ്മൂട്ടി താനെ ടിനോ ടെന്നീസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബസൂക്ക. ഈ സിനിമ ഇന്നലെ ബുധനാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 11 കോടി 63 ലക്ഷം രൂപയായിരുന്നു. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40-45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 12 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ 25 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുകയുമാണ്. ബേസിൽ ജോസഫ് നായകനായി നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തിയ മരണമാസിന്റെ കളക്ഷൻ ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലും തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് കേരള കളക്ഷനായി കളക്ട് ചെയ്തത് 7 കോടി 60 ലക്ഷം രൂപയായിരുന്നു. 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ 60 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം 8 കോടി 20 ലക്ഷത്തോളം രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 7 ദിവസം കൊണ്ട് 12 കോടി 50 ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമ 8ാം ദിവസമായ ഇന്ന് വ്യാഴാഴ്ചയോടെ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 13 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തല അജിത്ത് നായകനായി ആദിത്യ രവിചന്ദ്രൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10-ന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച ഈ സിനിമയിൽ തൃഷ, അർജുൻ, സുനിൽ, പ്രിയ പ്രകാശ് വാര്യർ, പ്രഭു, പ്രസന്ന, ടിനു ആനന്ദ്, രഘുറാം എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ 7 ദിവസം വരെയുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 114 കോടി 80 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് 11 കോടി 75 ലക്ഷം രൂപയും തെലുങ്ക് കളക്ഷനായി 4 കോടി 80 ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ കേരളത്തിലെ തിയേറ്റർ കളക്ഷനായി നേടിയെടുത്തത് 3 കോടി 35 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 85 ലക്ഷം ഉൾപ്പെടെ ആദ്യ 7 ദിവസം കൊണ്ട് 136 കോടി 55 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വിദേശ രാജ്യ കളക്ഷനായി $6.45 മില്യൺ കളക്ട് ചെയ്തത്. അതായത് 55 കോടി 10 ലക്ഷം രൂപ. ടോട്ടൽ 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 191 കോടി 65 ലക്ഷം രൂപയാണ്. ഷംസു സൈബ സംവിധാനം ചെയ്ത് മാർച്ച് 29-ന് ഈദ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അഭിലാഷം. സൈജു കുറുപ്പ്, അർജുൻ അശോകൻ, തൻവീർ റാം എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 77 ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.